പച്ചപ്പരവതാനി വിരിച്ച വയലുകൾ, വെള്ളിമണൽ തീരങ്ങൾ, സഖ്യന്റെ താരാട്ട്, മലകളെ പാദസരമണിയിച്ചൊഴുകുന്ന പുഴകൾ, കലാസാംസ്കാരിക ചിറകുകളിൽ പറന്ന ജനത. നമ്മുടെ കേരളം ഈ നാടിനെ ലോകഭൂപടത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടായി അണിയിച്ചൊരുക്കി സമത്വ സമൂഹമാക്കി മാറ്റിയതിൽ നമ്മുടെ ഭരണാധികാരികളുടെ ദീർഘദർശനം വിസ്മരിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം ഭരണവൈദഗ്ധ്യത്തിൽ മാത്രം ഊന്നി നെയ്തെടുത്തതല്ല, കലയും സംസ്കാരവും ചേർന്ന ആത്മീയ പുനർജന്മത്തിന്റെ കഥ കൂടിയാണ്. വിദ്യാഭ്യാസം, സാമൂഹ്യനീതി, കലാസാഹിത്യ സംരക്ഷണം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും തിളങ്ങിനിന്ന മഹാരഥന്മാരെ പത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ ഭരണാധികാരികൾ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കൊട്ടാരങ്ങൾക്കുള്ളിൽ സംഗീതം മുഴങ്ങി, ചിത്രങ്ങൾ ചരിത്രം പറഞ്ഞു, കലാകാരന്മാർക്കും പണ്ഡിതന്മാർക്കും രാജകീയ പിന്തുണ ലഭിച്ചു. സ്വാതി തിരുനാൾ രാമവർമ്മ, എരയിമ്മൻ തമ്പി എന്നീ സംഗീത സമ്രാട്ടുകളും രാജാ രവിവർമ്മ എന്ന ലോകോത്തര ചിത്രകാരനും തിരുവിതാംകൂറിന്റെ സംഭാവനയായി. രാജാ രവിവർമ്മ ചിത്രകലയുടെ രാജാവ്, ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നും പേര്, ആധുനിക ചിത്രകലയുടെ പിതാവ്. എഴുമാവിൽ നീലകണ്ഠൻ ഭട്ടതിരിപ്പാടിന്റെയും ഉമാംബബായി തമ്പുരാട്ടിയുടെയും പുത്രനായി 1848 ഏപ്രിൽ 29 കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ ആസ്ഥാന ചിത്രകാരനായിരുന്ന ശ്രീ രാജരാജവർമ്മയാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഗുരു. ശ്രീ ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ സിറ്റി കൊട്ടാരത്തിലേക്ക് രവിവർമ്മയുടെ 14-ാം വയസ്സിൽ ചിത്രമെഴുത്തിന്റെ ആധുനിക തലങ്ങൾ പഠിക്കുവാൻ ക്ഷണം ലഭിച്ചിരുന്നു. ഒരു ഗുരുവിന്റെ അഭാവത്തിൽ അദ്ദേഹം കൊട്ടാരത്തിലെ എണ്ണച്ഛായാ ചിത്രങ്ങളുടെ സാങ്കേതിക വശങ്ങൾ കണ്ടുപഠിക്കുകയായിരുന്നു. കൊട്ടാരത്തിലെ ചിത്രകാരന്മാരായിരുന്ന രാമസ്വാമി നായ്ക്കരും തിയോഡോർ ജോൺസണും അദ്ദേഹത്തിന്റെ ചിത്രരചനയെ സ്വാധീനിച്ചിട്ടുണ്ട്. മാവേലിക്കര രാജകൊട്ടാരത്തിലെ പൂരൂരുട്ടാതി തിരുനാൾ ഭാഗീരഥിഭായി തമ്പുരാട്ടിയെ രവിവർമ്മ തന്റെ 18-ാം വയസ്സിൽ വിവാഹം കഴിച്ചു. ഹിന്ദു ദൈവങ്ങൾക്ക് ഇന്ന് കാണുന്ന മുഖച്ഛായ നൽകിയത് ശ്രീ രവിവർമ്മയാണ്. അദ്ദേഹം വരച്ച ഹിന്ദു ദൈവങ്ങളുടെ ലിത്തോഗ്രാഫുകൾക്കായി ഇന്ത്യയിൽ ആദ്യത്തെ കളർ പ്രസ് അദ്ദേഹം സ്ഥാപിച്ചു. ഇത് ഹിന്ദു ദൈവങ്ങൾക്ക് മനുഷ്യശരീരം നൽകിയ ചിത്രകാരൻ എന്ന പദവി അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. അങ്ങനെ അമ്പലങ്ങളിൽ നിന്ന് ദൈവങ്ങൾ സാധാരണ മനുഷ്യരുടെ ഭിത്തികളിലേക്ക് ഇറങ്ങിവന്നു. രാജവംശത്തിൽ ജനിച്ച് കലയുടെ വഴി തിരഞ്ഞെടുത്ത് ഓരോ വരയും ഒരു കഥയാക്കിയ, ഓരോ നിറവും ഒരു പ്രാർത്ഥനയാക്കിയ രാജാവ്, നിറക്കൂട്ടുകളുടെ തമ്പുരാൻ, രാജാ രവിവർമ്മയുടെ കലായാത്ര. മേനക വിശ്വാമിത്ര വിയോഗം. ഇത് വിശ്വാമിത്ര മഹർഷിയുടെയും ദേവാംഗന മേനകയുടെയും കഥയാണ്. ശകുന്തളയുടെ ജനനത്തിന്റെയും അനാഥത്വത്തിന്റെയും കഥ. ഒരിക്കൽ രാജാവായിരുന്ന വിശ്വാമിത്ര മഹർഷി ഭൂമിയിലെ വിജയങ്ങൾക്കുമപ്പുറം കഠിനമായ തപസ്സിലൂടെ ദിവ്യത്വം നേടുവാൻ ആഗ്രഹിച്ചു. ഇത് ഭയന്ന ദേവേന്ദ്രൻ തപസ്സിളക്കാൻ മേനകയെന്ന അപ്സരസിനെ അയച്ചു. സൗന്ദര്യത്തിന്റെ മായയിൽ വീണ വിശ്വാമിത്രന്റെ ഹൃദയം പ്രണയത്തിന്റെയും കാമത്തിന്റെയും താളലയങ്ങളിൽ അലിഞ്ഞു ചേർന്ന് ശകുന്തളയ്ക്ക് ജന്മം നൽകി. അധികം താമസിയാതെ ദേവേന്ദ്രന്റെ ചതി മനസ്സിലാക്കിയ വിശ്വാമിത്രൻ മേനകയെ ശപിച്ചു. ദേവചതിയുടെ ഭാഗമായി തപസ്സിനെ മായയാൽ തകർത്ത അപ്സരസേ, ഇനി എന്റെ ദർശനത്തിന് നീ അർഹയല്ല, ദേവലോകത്തേക്ക് മടങ്ങിപ്പോകുക. മാതാവിന്റെ നിസ്സഹായതയും വഞ്ചിക്കപ്പെട്ട പുരുഷന്റെ ആത്മരോഷവും ഒത്തുചേർന്ന രവിവർമ്മ ചിത്രം മേനക വിശ്വാമിത്ര വിയോഗം.
രാജാ രവിവർമ്മയ്ക്ക് മുൻപിൽ മാത്രം ചിത്രമെഴുതാൻ ഇരുന്നു കൊടുത്ത തിരുവിതാംകൂർ അമ്മ മഹാറാണി തമ്പുരാട്ടിക്ക് രവിവർമ്മയുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായ ഒരു സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. മാവേലിക്കര രാജകുടുംബത്തിൽ നിന്നും തിരുവിതാംകൂർ കൊട്ടാരത്തിലേക്ക് ദത്തെടുക്കപ്പെട്ട തമ്പുരാട്ടി രാജാ രവിവർമ്മയുടെ പത്നിയുടെ മൂത്ത സഹോദരി കൂടിയായിരുന്നു. അവർ സിംഹാസനത്തിന്റെ അഭിമാനവും കലയുടെ രക്ഷാകവചവുമായിരുന്നു. തിരുവിതാംകൂർ അമ്മ മഹാറാണി ഭരണി തിരുനാൾ ലക്ഷ്മിഭായ് തമ്പുരാട്ടി. അച്ഛന്റെ മരവും കാത്തിരിക്കുന്ന അമ്മയും കുഞ്ഞും. രാജാ രവിവർമ്മയുടെ തൂലികയിൽ പിറന്ന ഈ നിമിഷം വെറും ഒരു ദൃശ്യം അല്ല, അത് കുടുംബബന്ധത്തിന്റെ ആത്മാവ് തന്നെയാണ്. പ്രതീക്ഷയും സ്നേഹവും നിറഞ്ഞ മുഖങ്ങൾ, ദൂരേക്ക് വിരൽ ചൂണ്ടി അതാ അച്ഛൻ വരുന്നു എന്ന് പറയുമ്പോൾ മിന്നിമറയുന്ന മുഖഭാവങ്ങൾ, സ്നേഹബന്ധത്തിൽ ഇഴചേർക്കപ്പെട്ട ഒരു കുടുംബത്തിന്റെ നേർസാക്ഷ്യം. ചിത്രകാരന്റെ മകളും കുഞ്ഞുമാണ് ഈ ചിത്രത്തിന്റെ മാതൃക. There comes Papa. സ്മിതം സാന്ദ്ര സൗരഭം തനു സ്വർണകാന്തിതം പ്രതിരാജഹംസിതം. ചിത്രകലയ്ക്കായി സ്വയം സമർപ്പിച്ച രാജാ രവിവർമ്മയുടെ ദേശാന്തര യാത്രകളിൽ ആകസ്മികമായി കണ്ടുമുട്ടുന്ന സ്ത്രീരത്നങ്ങളാണ് അദ്ദേഹത്തിന്റെ ക്യാൻവാസിൽ നിറം പകർന്നിരുന്നത്. മുംബൈയിലെ ഒരു ചെറിയ കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന ബാലകേശ്വര ക്ഷേത്രാങ്കണത്തിൽ വച്ച് ദേവനർപ്പിക്കാൻ താലത്തിൽ ഫലങ്ങളുമായി നടന്നു നീങ്ങിയ സുഗന്ധി എന്ന മറാത്ത സുന്ദരിയാണ് ദ മഹാരാഷ്ട്രീയൻ ലേഡി എന്ന പ്രശസ്തമായ രാജാ രവിവർമ്മ ചിത്രത്തിൽ ഇന്നും നിത്യയൗവനത്തോടെ നിറഞ്ഞു നിൽക്കുന്നത്. ദ മഹാരാഷ്ട്രീയൻ ലേഡി. തടുക്കാനാവാത്ത വിധിക്ക് സ്നേഹത്തിൽ ചാലിച്ച സംഗമം. ഭീഷ്മർ എന്ന് പിന്നീട് പ്രശസ്തനായ മഹാഭാരത കഥാപാത്രം ദേവവ്രതന്റെ പിതാവും കുരുവംശത്തിലെ മഹാരാജാവുമായ ശന്തനു തന്റെ പത്നിയായ ഗംഗാദേവി ഉപേക്ഷിച്ചുപോയ ദുഃഖത്തിൽ കഴിയുമ്പോൾ
സുന്ദരിയായ സത്യവതി എന്ന മുക്കുവ സ്ത്രീയെ കണ്ടുമുട്ടുന്നു. അവളുടെ കണ്ണുകളിലെ നിഷ്കളങ്കതയും വാക്കുകളിലെ മാധുര്യവും രാജാവിന്റെ ഹൃദയത്തിൽ പ്രണയത്തിന്റെ നവതരംഗമുണർത്തി. മഹാഭാരതം എന്ന ഇതിഹാസം ഇവിടെ തുടങ്ങുന്നു. ശന്തനു സത്യവതി സംഗമം. ഒരിക്കൽ നായാട്ടിനെത്തിയ ദുഷ്യന്ത മഹാരാജാവ് മാലിനി നദീതീരത്ത് തോഴിമാർക്കൊപ്പം കളി പറഞ്ഞിരിക്കുന്ന മുനികന്യകയെ കാണുന്നു. അവരുടെ മിഴികൾ തമ്മിലിടയുന്നു. പ്രഥമദൃശ്യ അനുരാഗം മുട്ടിട്ട സമാഗമം. അപരിചിതനായ പുരുഷനെ കണ്ട പെൺകിടാങ്ങൾ ആശ്രമത്തിലേക്ക് മടങ്ങാൻ തുടങ്ങുന്നതിനിടയിൽ ദുഷ്യന്ത രാജാവിനെ ഒരിക്കൽ കൂടി ഒരു നോക്ക് കാണാനായി കാലിൽ ദർഭമുന കൊണ്ട ഭാവത്തിൽ ശകുന്തള തിരിഞ്ഞു നോക്കുന്നു. കാത്തിരിപ്പിന്റെ കവിതയും പ്രണയത്തിന്റെ പെരുമ്പറയും ചേർന്ന നാണത്തിൽ കുതിർന്ന ദൃശ്യം. ദർഭമുന കൊണ്ട ശകുന്തള. ചിത്രകാരന്റെ ദക്ഷിണേന്ത്യൻ പര്യടനത്തിൽ എവിടെയോ വെച്ച് കണ്ട ഒരു ഗ്രാമീണ പെൺകൊടി. രാജകീയ പ്രൗഢിയുടെ അതിഭാവുകത്വങ്ങളില്ലാതെ ലാളിത്യത്തിന്റെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ചിത്രം. ഉഷസ്സിന്റെ പൊൻകിരണങ്ങൾ സ്ത്രീ സൗന്ദര്യത്തിന് ഉടയാട ചാർത്തുമ്പോൾ നന്ദ്യാർവട്ട പൂവിന്റെ നൈർമല്യത്തോടെ പാൽക്കുടം കൈകളിലേന്തിയ യുവതി. മുഖത്ത് പ്രത്യാശയുടെ തിരനോട്ടം. ദ മിൽക്ക് മെയ്ഡ്. സ്മിതം സാന്ദ്രസൗരഭം ധനുസ്വർണകാന്തിതം ഗതിരാജഹംസിതം. സൗന്ദര്യം കൊണ്ടും കരുത്തുകൊണ്ടും യുദ്ധതന്ത്രം കൊണ്ടും അനന്യസാധാരണനായ നിഷാദരാജൻ നളൻ വിദർഭ രാജകുമാരി ദമയന്തിക്ക് അരയന്നം വഴി അയച്ച പ്രേമ സന്ദേശം സശ്രദ്ധം കേൾക്കുന്ന കുമാരി. ദമയന്തി ഇവിടെ ദിവ്യസ്നേഹത്തിന്റെ സംഗീതം ശ്രദ്ധിക്കുന്ന ആത്മാവും ഹംസം വിധിയുടെ ദൂതനുമാണ്. അവന്റെ ശബ്ദം പവിത്രതയുടെയും ആകാംക്ഷയുടെയും സ്വരമായി ദമയന്തിയുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നു. ഹംസ ദമയന്തി. മുഖം ചന്ദ്രശോഭ
स्वर्णकादितं गतिराजहंसितम् ശിവപാർവതി കിരാതരൂപം. ശിവപാർവതിമാർ മനുഷ്യരൂപം ധരിച്ച് കിരാത ദമ്പതികളായി നിൽക്കുന്ന അത്ഭുത നിമിഷം. പരമശിവനിൽ നിന്ന് ദിവ്യാസ്ത്ര ലഭ്യതയ്ക്കായി തപസ് ചെയ്യുന്ന അർജുനനെ പരീക്ഷിക്കാനായി ദേവനും ദേവിയും കൈലാസത്തിൽ നിന്നിറങ്ങി മനുഷ്യരായി മാറുന്നു. അതേ സമയത്ത് വനമധ്യേ ഒരു കാട്ടുപന്നി അർജുനനെ ആക്രമിക്കുകയും അർജുനന്റെ അമ്പും കിരാതന്റെ തൃശൂലവും ഒരുമിച്ച് മൃഗത്തെ വീഴ്ത്തുകയും ചെയ്യുന്നു. അതിൽ അവകാശ തർക്കം മുറുകി കിരാതനും അർജുനനും തമ്മിലുള്ള യുദ്ധത്തിൽ അർജുനൻ പരാജയപ്പെടുകയും ദിവ്യത്വം മനസ്സിലാക്കി മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. സംപ്രീതനായ പരമശിവൻ അർജുനന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിക്കുന്നു. കിരാത രൂപം പൂണ്ട മഹാദേവനും പാർവതിയും ഭൂമിയിലെ കിരാത ദമ്പതികളും കണ്ടുമുട്ടുന്നു. കാട്ട് രാസാവേ കരിയും കേക്കട്ടോ കാട്ട് രാസാത്തി കാര്യം കേക്കാല് തക 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 തക
തന്നിന്നാരു കാട്ട് രാസാവേ കാര്യം കേക്കട്ടോ കാട്ട് രാസാവേ കാര്യം കേക്കട്ടോ കാട്ട് രാസാത്തി കാര്യം കേക്കാല് കാട്ട് രാസാത്തി കാര്യം കേക്കാല് തക 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 തന്നിന്നാരു തക 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 തന്നിന്നാരു കൈലായം വിട്ടിട്ട് കാമാരി എങ്ങു പോയി ഹേ കൈലായം വിട്ടിട്ട് കാമാരി എങ്ങു പോയി ആ കൈലായം വിട്ടിട്ട് കാമാരി കാളണഞ്ഞ് കൈലായം വിട്ടിട്ട് കാമാരി കാളണഞ്ഞ് പാരുതില്ലാണ്ട് മാദേവരങ്ങു പോയി പാരുതില്ലാണ്ട് മാദേവരങ്ങു പോയി പാർവതിയെയും കൂട്ടി മാധവനിങ് വന്ന് പാർവതിയെയും കൂട്ടി മാധവനിങ് വന്ന് തക 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 തന്നിന്നാരു തക 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 തന്നിന്നാരു ഹേ കാട്ട് രാസാവേ കൈലായം വിട്ടിട്ട് ചൈലാഗ്രം വിട്ടിട്ട് കൈലായം വിട്ടിട്ട് ചൈലാഗ്രം വിട്ടിട്ട് കാട്ടിലെന്ത് വേല കാട്ടിലെന്ത് വേല ദഗ 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 ഏ ദഗ 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 കാട്ടിലെന്ത് വേല കാട്ടിലെന്ത് വേല തക 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 തന്നിന്നാരു തക 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 തന്നിന്നാരു അയ്യരിൽ മൂന്നാമൻ വില്ലാളി വീരൻ പാർത്തൻ കിരീടി തപസു നിന്ന് അയ്യരിൽ മൂന്നാമൻ വില്ലാളി വീരൻ പാർത്തൻ കിരീടി തപസു നിന്ന അയ്യരിൽ മൂന്നാമൻ വില്ലാളി വീരൻ പാർത്തൻ കിരീടി തപസു നിന്ന സന്താനവല്ലി നീയല്ലടി സന്താപം മാറ്റാൻ തോന്നിച്ചത് തക 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 ഏതം തിന്നാരോ സന്താപം മാറ്റാൻ തോന്നിച്ചത് ഉള്ളത്തിൽ കള്ളമറിയാ പാണ്ഡവർ കള്ളച്ചൂതിരം പാടി തോറ്റുപോയി താപസച്ചൂടില വെന്തുപോയിടുകിലെ ആരിലോ ധർമ്മം തോറ്റിടുമേ തക 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 തന്നിന്നാരോ നമ്മുടെ ഇച്ഛയിൽ വന്നൊരു പന്നിയെ കൊന്നതിലെ കുരുവീരനവൻ പോരിനായി രണ്ടാളും വന്നതല്ലേ സർവലോകേശ്വരി വേടനാരി നല്ല ബാണങ്ങളോ സൂനങ്ങളായപ്പോ അമ്പുകളൊന്നും വേൽക്കാതെയായപ്പോ പാരാളെ കണ്ടല്ലോ സവ്യസാചി പാശുപദം ശരം നേടിയല്ലോ പാരാളെ കണ്ടല്ലോ സവ്യസാചി പാശുപദം ശരം നേടിയല്ലോ കരാള ബാല പട്ടിക ധഗദ്ധഗദ്ധഗജ്വല ധനഞ്ജയാഹുതികൃത പ്രചണ്ഡ പഞ്ചസായകേ ധരാധരേന്ദ്ര നന്ദിനി കുജാത ചിത്ര ഭക്തക പ്രകൽപനൈക ശില്പിനി ത്രിലോചനേര നിർമ്മമാ